അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അതായത് ഫുൾ പെയിൻറ്റിങ് വീഡിയോസ് ആയിട്ടുള്ളൊരു റിവ്യൂ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അതായത് ഫുള്ളൊരു റിവ്യൂ. 29 എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ വണ്ടിയാണ് കേട്ടോ. ഒരു മൈത്ര എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു സ്ഥലത്തുള്ളൊരു ഹൗസ് നെയിമിൽ വരുന്നൊരു വണ്ടിയാണ്. ഇത് ഏകദേശം ഒരു 27 വർഷമായിട്ടുണ്ടാവും ഈ ഒരു വണ്ടി. ജസ്റ്റ് ഒരു ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു ടാറ്റയുടെ തനതായ ശൈലിയിലുള്ളൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളും ആ ഒരു ലോഗോയും കാര്യങ്ങളും, പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു 709 എന്ന് പറഞ്ഞൊരു ലെറ്ററിങ്ങും വരുന്നുണ്ട്. പിന്നെ തനതായ ശൈലിയിലുള്ളൊരു ഹെല്ലയുടെ ഒറിജിനൽ ലൈറ്റ് തന്നെയാണ് കേട്ടോ ടാറ്റ. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിലും ആ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും, പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു ബ്ലാക്ക് പോർഷൻ പറ്റുന്നതുകൊണ്ട് ആ ഒരു തനതായ ആ ഒരു ഡിസൈൻ പാർട്ട് തന്നെ ടാറ്റ കൺസിഡർ ചെയ്തത്. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ വരുവാണെങ്കിലും ബമ്പറും കാര്യങ്ങളൊക്കെ ഒറിജിനൽ 27 വർഷം മുമ്പുള്ള ബമ്പറും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സൈഡ് മിററും അന്നത്തേതാണ്, ഒരു 27 വർഷം മുമ്പുള്ള സൈഡ് മിററാണ്. അതായത് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഓടുന്ന വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും മെയിൻ്റെനൻസ് ആയിട്ട് ഈ വണ്ടി ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ഡോറൊക്കെ ആണെങ്കിലും ആ ഒറിജിനലായിട്ടുള്ള ഒരു ഡോർ പാഡ് തന്നെയാണ് ഇവിടെ ഇപ്പോഴുള്ളത്. ഇതുണ്ട്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് നോക്കുവാണെങ്കിൽ, പിന്നെ ഇങ്ങോട്ട് ജസ്റ്റ് ഇവിടേക്കാണെങ്കിലും പെയിൻറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ സീറ്റൊക്കെ ഒറിജിനൽ തന്നെയാണ്, അന്നത്തെ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൺമിറർ എന്നാൽ ജസ്റ്റ് നമുക്കൊന്ന് അകത്തോട്ടൊന്ന് കയറി നോക്കാം. അകത്തോട്ട് കയറുവാണെങ്കിൽ ഈ AC വിൻഡൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തുടക്കാറുണ്ട്. ഇവിടെ AC വിൻ്റെ അത് ഈ കണ്ട തനതായ ആ ശൈലിയിലുള്ള ഒരു ടാറ്റയുടെ ലോഗോ. അതായത് ഈ ഒരു ഡാഷ് ബോർഡൊക്കെ 27 വർഷം മുമ്പുള്ള ഡാഷ് ബോർഡാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഗിയർ ലോഡും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മാറ്റാം. ആ സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിലും ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു അപ്പോൾസ്റ്ററിയൊക്കെ ആണെങ്കിലും അന്നത്തെ 27 വർഷം മുമ്പുള്ള അപ്പോൾസ്റ്ററിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ഇത് മറ്റേ ഡീസൽ പമ്പ് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഈ മീറ്ററും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. നമുക്ക് അപ്പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറി നോക്കാം. ഡ്രൈവിംഗ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാം. ഇത് ലോക്കണം ടൈറ്റാണ്. ഈ ഒരു ഡോർ പാഡൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒറിജിനൽ ഡോർ പാഡ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്ലൈഡ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു സൈഡിന് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ആക്സിലേറ്ററും ബ്രേക്ക് ക്ലച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഇത് പുഷ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. അകത്തോട്ട് കയറുവാണെങ്കിൽ നമ്മുടെ അന്നേരം ഹീറ്റിങ്ങിൻ്റെതും പിന്നെ ഫ്യൂലിൻ്റെയും ടെമ്പറേച്ചർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ചാവി ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമായിരുന്നു. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകത്തെ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിത് വണ്ടി പെയിൻറ്റ് ചെയ്യാനിട്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം ഡിക്കി നോക്കുമ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ബാക്കിലൊക്കെ ഉണ്ട് ഓൾറെഡി. പിന്നെ നമുക്ക് ബാക്കിലേക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനില്ല. നമുക്ക് താഴത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ഈ ഒരു ഡിസൈനൊക്കെ തന്നെ അന്നത്തേക്ക് ഒരു ഡിസൈൻ പാർട്ട് തന്നെയാണ് ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ബോഡിയിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം ആ തനതായ അന്നത്തെ ഒരു ഡിസൈൻ പാർട്ട് തന്നെയാണ്. അതായത് തുരുമ്പടിക്കാത്ത രീതിയിലുള്ള അന്ന് പുതിയതായിട്ട് 27 വർഷം മുമ്പ് വന്ന ആ ഒരു ബോഡി പാനൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബാക്കിലും കാണുന്നത്. ജസ്റ്റ് തുരുമ്പും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് അത് നമുക്ക് ഇവിടെ ഒരു ക്രാഷ് കാർഡ് പോലത്തെ ഒരു യെല്ലോയും ബ്ലാക്കും കൂടി വരുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. ഫ്യൂൽ ടാങ്ക് കാര്യങ്ങൾ പിന്നെ മൾഗാർഡൊക്കെ ആണെങ്കിലും ആ ഒരു മൾഗാർഡ് ഒറിജിനൽ മൾഗാർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോഴും ഒരു മാറ്റമോ തുരുമ്പോ അങ്ങനെ ഒന്നും എടുത്ത് മാറ്റുകയോ വേറെ പീസ് എടുത്ത് വെക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു മോൾഡിങ് ഡിസൈൻ കണ്ടോ, അതൊക്കെ ഒറിജിനലായിട്ടുള്ള. പിന്നെ വീലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രിൻ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഉണ്ടോ ഈ ഒരു മൾഗറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിയറ്റിൻ്റെ ഒരു ഫ്ലാപ്പും കാര്യങ്ങളും പിന്നെ ഒരു സ്റ്റെപ്പിന് നമുക്കിവിടെ വരാം. പിന്നെ ബ്രേക്കിൻ്റെ ലൈറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്
ഈ ഒരു ബോഡി പാനൽ ഒറിജിനൽ 27 വർഷം മുമ്പുള്ള തന്നെയാണ്. ബാക്കിലാണെങ്കിൽ ആ ഒറിജിനൽ ബോഡി പാനൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതായത് സിംഗിൾ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വണ്ടി ഇത്ര മെയിൻറ്റൈനായി ചെയ്തത്. അല്ലെങ്കിൽ ഈ ബോഡിയൊക്കെ എന്നേ തുരുപിടിച്ച് പോകേണ്ട സമയം കഴിഞ്ഞു. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഇടിതാങ്ങി പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചേസസിൻ്റെ ഒരു സംഭവങ്ങൾ, ഒരു 3 ഹോൾഡായിട്ടൊരു സംഭവം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം കണ്ടോ ആ ഒരു ബോഡിയിൽ അന്ന് 27 വർഷം മുമ്പുള്ള ബോഡി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തുരുമ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു സിംഗിൾ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വണ്ടി ഇത്ര മെയിൻറ്റൈൻ ചെയ്ത് കിടക്കുന്നത്. അല്ലെങ്കിൽ വേറെ വണ്ടിയാണെങ്കിൽ എന്നേ തുരുമ്പിടിച്ച് പോകണ്ടേ. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു നോർമൽ റിവ്യൂ ആണ്. ജസ്റ്റ് ഇതിൻ്റെ പെയിൻറ്റിങ് വീഡിയോസ് നമുക്ക് ഉടനെ വരുന്നതാണ് കേട്ടോ. പെയിൻറ്റിങ് ഇത് ചെയ്യുന്നതിനുള്ളൊരു ഫുൾ വീഡിയോ ജസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണേ നിങ്ങളെല്ലാവരും.